ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ച ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്ക് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ച ഗ്യാപ്പാണ് ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വേഗം തന്നെ പോയി കണ്ടുകൊള്ളുക. അപ്പോൾ ഈ ഗ്യാപ്പിൽ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി നമ്മുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത കാരണം നമുക്ക് താഴത്തേക്ക് ഒരു ട്രേഡാണ് നമുക്ക് നോക്കേണ്ടത്. അതും ഇൻട്രാഡേ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം. അതിനായിട്ട് നമുക്ക് 1 മിനിറ്റ് ചാർട്ടിൽ നമുക്കൊരു റിവേഴ്സൽ കിട്ടുന്നുണ്ടോ നോക്കാം. എല്ലാവർക്കും അറിയാമല്ലോ റിവേഴ്സൽ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ അത് വീണ്ടും പറയണില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബെയർ സൈഡിലേക്കുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. മിനിമം ഒരു 1:3 ടാർഗറ്റ് കിട്ടുന്ന ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഓൾറെഡി ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഉള്ളത്. ഇവിടുന്ന് ഒരു റിവേഴ്സൽ കിട്ടണമെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഈ ട്രെൻഡും കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും ഈ ഒരു സ്വിംഗിലോ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് 1 മിനിറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മൾ ഇനി ബെയർ സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ബുള്ളി സൈഡിലേക്കുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടുകയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ടൈം 9:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒരു ബെയർ സൈഡിലേക്ക് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്ക് ചെയ്യാം. ഒരു ചെറിയ 1 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു 1:3 ടാർഗറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കേണ്ടത് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ആ വിക്ക് നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടി. ഇനി നമുക്ക് ഏതാണ് വേണ്ടത്? FEG. അപ്പോൾ FEGയിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ചുമ്മാ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞങ്ങൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് ഒത്തിരി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായാലും FEGയിലോ ഓർഡർ ബ്ലോക്കിലോ നമുക്ക് എൻട്രി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് നമുക്ക് FEGയിൽ വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഓർഡർ ബ്ലോക്കിന് തൊട്ട് മുകളിലായിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു 1:3 ടാർഗറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ ഡേ ലോ തന്നെയാണ് നമുക്ക് ടാർഗറ്റ് വരുന്നത്. അത് കുഴപ്പമില്ല, അത് നല്ലൊരു സൈനാണ്. അപ്പോൾ എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്യാം. 1:3 ടാർഗറ്റ് ഉണ്ട്. നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് 24,800 പുട്ടിലാണ്. നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 140 to 145 ലെവലിൽ ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു FEG ഏരിയയിൽ വരുമ്പോൾ ഓപ്ഷൻസിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് 140 to 145 റേഞ്ച് ആയിരിക്കും എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഒരു 135 വരുന്നുള്ളൂ. വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, മാക്സിമം 10 പോയിൻറ്റ്സ് തന്നെ സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം 1:3 ടാർഗറ്റ് ആണോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ബുള്ളി സൈഡിലേക്കുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നോക്കാം. എന്തായാലും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ടല്ലോ മുകളിലേക്ക്. എന്തായാലും നമുക്ക് നോക്കാം 1:3 ടാർഗറ്റ് എത്തോ ഇല്ലയെന്ന്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 9:48 ആയിട്ടുണ്ട്. 48-49 ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ 90% ഓഫ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഓപ്ഷൻസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 24,800 പുട്ടിലും ഓൾമോസ്റ്റ് 35+ പോയിൻറ്റ്സ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും 1:3 ടാർഗറ്റ് ഹിറ്റ് ആകുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. ഫ്രീ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ നല്ല അപ്ഡേറ്റ്സ് നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ലെവൽസൊക്കെ അപ്ഡേറ്റ്സൊക്കെ നമ്മൾ അതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഫ്രീ ആണ്, ജോയിൻ ചെയ്തോളുക. ഓൾസോ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 9:49 ആയിട്ടുണ്ട്.
ഒരു ചെറിയ ടൈമേ നമുക്ക് എടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഒരു 1:3 ടാർഗറ്റ് നമുക്ക് സേഫായിട്ട് ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും 1:3 ടാർഗറ്റ് കീപ്പ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ എന്തായാലും ആ അപ്പർ ഗ്യാപ്പ് അത് ഫില്ല് ചെയ്തിട്ടില്ലേ, കുറച്ചും കൂടി ഉണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നടക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1:3 കുറഞ്ഞ ടാർഗറ്റ് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 പോയിൻറ്റ്സ് നമുക്ക് ഓപ്ഷൻസിൽ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീക്കിലി അനാലിസിസ് എല്ലാവരും കണ്ടവർക്ക് എല്ലാവർക്കും ഈ ട്രേഡ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇന്നലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ലെവലും കൂടിയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.